ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക്, ഡെയിലി മന്നായിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെയും 18-ാമത്തെയും വാക്യങ്ങളാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നാം മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്, ഏലിയാവ് നമ്മെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ഉള്ള കഴിവുകളോ ഒന്നുമില്ലായിരുന്നു, സാധാരണ ഒരു മനുഷ്യൻ എന്നാണ്. അപ്പോൾ ഏലിയാവിനെക്കുറിച്ച് പറയുന്നതാണെങ്കിലും തിശ്ബ്യനായ ഏലിയാവ് പെട്ടെന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇനി കുറേ കാലം ഇവിടെ വരൾച്ച തന്നെ ആയിരിക്കുമെന്ന് തറപ്പിച്ചങ്ങ് പറയുക. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോഴാണ് വീണ്ടും ദേശത്ത് മഴ പെയ്തതും പിന്നെ ധാന്യം വിളഞ്ഞതും എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഈ ഏലിയാവിനുണ്ടായിരുന്ന പ്രത്യേകത? നമ്മുടെ സമസ്വഭാവമായിരുന്നു, നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയാവിന് തൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ തീഷ്ണതയുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അത് തന്നെയുമല്ല, ദൈവജനമായ ഇസ്രായേലിനെക്കുറിച്ചും തനിക്ക് വളരെ ചിന്തയുണ്ടായിരുന്നു. കാരണം ആഹാബ് രാജാവിൻ്റെ സമയത്ത് ജനം മറ്റ് ദൈവങ്ങളെ അന്വേഷിച്ചു പോയി തങ്ങളുടെ ദൈവമായ, യഥാർത്ഥ ദൈവമായ യഹോവയെ വിട്ട് അവർ അന്യ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞു. അത് അദ്ദേഹത്തിന് സഹിച്ചില്ല. കാരണം ഇവിടെ ജീവനുള്ള ഒരു ദൈവമുള്ളപ്പോൾ ഇവർ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയാണ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ വലിയ നാശം സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതെങ്ങനെ അറിയാം? തനിക്ക് വചനം അറിയാമായിരുന്നു. വചനമെന്ന് വെച്ചാൽ അന്ന് തിരുവെഴുത്തുകൾ. അന്ന് പഞ്ചഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമായ ആവർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അല്ലാഞ്ഞാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ഇത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ജനം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് പോയി. ഇനി രാജ്യത്തിന് വരാനിരിക്കുന്ന നാശം എന്താണെന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അപ്പോൾ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു ദൈവത്തോട് സംസാരിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന എന്നൊരു വാക്ക് ഇവിടെയുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഴയും ഒന്നും പെയ്യുകയില്ലെന്ന് പറയുന്നു. പിന്നീട് എന്താ പറയുന്നത്? പിന്നീട് അവർ ദൈവത്തിലേക്ക് തിരിയത്തക്കവണ്ണം അവിടുത്തെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം വധിച്ചു. ജനത്തിന് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുത്തു യഹോവയാണ് ദൈവമെന്നുള്ളത് കർമ്മേലിലെ ആ യാഗത്തിൽ കൂടെ.
അപ്പോൾ അദ്ദേഹം വീണ്ടും ദൈവത്തോട് യാചിക്കുകയാണ്, ദൈവമേ ഇവിടെ മഴ പെയ്യിക്കണേ എന്ന്. അങ്ങനെയാണ് അവിടെ മഴ ലഭിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. 18-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെടട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ദൈവവുമായിട്ട് അദ്ദേഹത്തിനൊരു നിരന്തര സമ്പർക്കമുണ്ടായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചു. തൻ്റെ രാജ്യത്തിന് വേണ്ടി താൻ പ്രാർത്ഥിച്ചപ്പോൾ വചനം കൂടെ പറഞ്ഞു, കർത്താവേ ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഈ നീ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ നീ പോയി പറ. അങ്ങനെ ആയിരിക്കും ആ വലിയ ധൈര്യം കിട്ടിയത്. എങ്ങനെയാണ് രാജകൊട്ടാരത്തിലോട്ട് ഓടിച്ചെന്ന് പറയുന്നത്? അപ്പോൾ അത്ര ധൈര്യം ലഭിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം താൻ ആ പ്രാർത്ഥനയിൽ കൂടെ അനുഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. നാം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തോട് നമ്മൾക്ക് പ്രാഗൽഭ്യമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാഗൽഭ്യം പ്രാപിപ്പാനും പ്രാർത്ഥനയിൽ നിരതരായിരിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.